നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 89 89. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 89. ഒന്നാം സ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. അപ്പോൾ ശ്ലോകം 41. അധ ഉപേത്യാശുശിബിരം ഗോവിന്ദപ്രിയസാരഥി നിവേദയത്തം പ്രിയായേ ശോചന്ത്യാ ആത്മജാൻ ഹതാൻ. അധ ഉപേത്യാശുശിബിരം ഗോവിന്ദപ്രിയസാരഥി നിവേദയത്തം പ്രിയായേ ശോചന്ത്യാ ആത്മജാൻ ഹതാൻ. അതിന് വാക്കാർത്ഥം പറയാം. അനന്തരം തൻ്റെ കൂടാരത്തെ പ്രാപിച്ചിട്ട് കൊല്ലപ്പെട്ട പുത്രന്മാരെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയയ്ക്കായിക്കൊണ്ട്, അതായത് പാഞ്ചാലിക്കായിക്കൊണ്ട്, ഗോവിന്ദപ്രിയസാരഥി ശ്രീകൃഷ്ണനാകുന്ന ഇഷ്ടനോടും, ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണോ പറയുക, ഏറ്റവും ഇഷ്ടമുള്ള ആൾ, സ്നേഹിതൻ, ശരിയായ സ്നേഹിതൻ, ഇഷ്ടനോടും സാരഥിയോടും കൂടി അവനെ നിവേദിപ്പിച്ചു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്നർത്ഥം. നിവേദിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, അനന്തരം ശ്രീകൃഷ്ണനെ പ്രിയനും സാരഥിയുമായി സിദ്ധിച്ചിരിക്കുന്ന അർജുനൻ. ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. സിദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൽസ്വഭാവം കൊണ്ടും നിർമ്മല മനസ്സുകൊണ്ടും തപസ്സുകൊണ്ടും ഒക്കെയാണ് സിദ്ധി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഭഗവാനെ സാരഥിയായിട്ട് കിട്ടുക അല്ലെങ്കിൽ ഇഷ്ടത്തോഴനായിട്ട് കിട്ടുക ബുദ്ധിമുട്ടാണ് അല്ലേ. അതുകൊണ്ടാണ് സാരഥിയുമായി സിദ്ധിച്ചിരിക്കുന്ന അർജുനൻ തൻ്റെ കൂടാരത്തിൽ പ്രവേശിച്ചു. അശ്വത്ഥാമാവ് കൊന്ന മക്കളെക്കുറിച്ച് വ്യസനിച്ചു കൊണ്ടിരിക്കുന്ന പാഞ്ചാലിയുടെ മുമ്പിൽ ഗുരുപുത്രനെ കൊണ്ടുപോയി നിർത്തി. സംഭവബഹുലമായിട്ടുള്ളൊരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്ലോകം 42. 4 വരി ശ്ലോകം ശ്രദ്ധിച്ചോളൂ. തഥാ അഹൃതം പശുവൽ പാശബന്ധം അവാഗ്മുഖം കർമ്മജുഗുപ്സിതേന നിരീക്ഷ കൃഷ്ണ അപഹൃതം ഗുരോസുതം വാമസ്വഭാവ കൃപയാനനാമച. ഭാരത സ്ത്രീകളുടെ ഔദാര്യത്തെപ്പറ്റി പറയണവിടെ. തഥാ അഹൃതം പശുവത് പാശബന്ധം അവാങ്മുഖം കർമ്മജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണ അപഹൃതം ഗുരോസുതം വാമസ്വഭാവ കൃപയാനനാമച. പശുവിനെ പോലെ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട, അതായത് യജ്ഞപശുവിനെ പോലെ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവനും ആവിധം കൊണ്ടുവരപ്പെട്ടവനും കർമ്മത്തിൽ നിന്നുണ്ടായ ലജ്ജ കൊണ്ട്, താൻ ചെയ്ത പാപപങ്കിലമായ അവസ്ഥയിൽ ലജ്ജിച്ചുകൊണ്ട് തല താഴ്ത്തിയവനും തനിക്ക് ദോഷം ചെയ്തവനുമായ ഗുരുവിൻ്റെ പുത്രനെ നോക്കിയിട്ട് ശ്രേഷ്ഠമായ സ്വഭാവത്തോടു കൂടിയെന്ന പാഞ്ചാലിയുടെ എംഫസൈസ്. വാമസ്വഭാവ. അപ്പോൾ വാമസ്വഭാവ പുരുഷന്മാരുടെ ഭാര്യമാരൊക്കെ ഇതേപോലെ ആയിരിക്കണം എന്നാണ്. പാഞ്ചാലിയെ പോലെ 5 ആൾക്കാരെ വരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ശ്രേഷ്ഠമായ സ്വഭാവത്തോടു കൂടിയ പാഞ്ചാലി കരുണയോടുകൂടെ നമസ്കരിക്കുകയും ചെയ്തു. ആരേനെ? അശ്വത്ഥാമാവിനെ. തൻ്റെ മക്കളെ കൊന്ന ആളെ നമസ്കരിച്ചു. കാരണം എന്താ? തൻ്റെ ഭർത്താക്കന്മാരുടെ ശ്രേയസ്സിന്
വിദ്യ അഭ്യസിച്ചു കൊടുത്ത ദ്രോണരുടെ മകനാണ് ഈ നിൽക്കുന്നത്. ക്യാൻ യു ഇമാജിൻ? ഈ ലോകത്തിൽ ഏത് ഡെവലപ്ഡ് ഓർ ഡെവലപ്പിംഗ് അണ്ടർ ഡെവലപ്ഡ് രാജ്യത്തിൽ നിങ്ങൾ പോയോളൂ, ഇത്രയും സുതാര്യമായ കഥാപാത്രങ്ങളെ വെച്ചിട്ടുള്ളൊരു പുരാണം, ഇതിഹാസം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മൾക്കൊന്നും അറിയാത്തത് കാരണം നമ്മൾ ഏറെക്കുറെ ഇപ്പോൾ ഈ ദ്രോണാചാര്യരുടെ കൂട്ടത്തിലാണ് പശുവൻ രൂപമാണ് നമ്മൾ പറഞ്ഞത്, അങ്ങനെ ആവരുത്. ഇനി അതിൻ്റെ എന്താ പറയുക, ഭാവാർത്ഥത്തിലേക്ക് പോവാം. പശുവിനെ എന്ന പോലെ കയറിട്ടു കെട്ടി തൻ്റെ മുമ്പാകെ നിർത്തിയിരിക്കുന്ന ഗുരുപുത്രൻ തനിക്ക് ദോഷം ചെയ്തവനും അവൻ ചെയ്ത ഹീനകർമ്മത്തെ ഓർത്ത് തലതാഴ്ത്തി നിൽക്കുന്നവനുമാകുന്നുവെങ്കിലും ഗുരുപുത്രനാണെന്ന് കണ്ട ഉടനെ അതിധർമ്മിഷ്ഠയും മനോഹര സ്വഭാവമുള്ളവളുമായ പാഞ്ചാലി കരുണയ്ക്ക് അധീനയായി സംഭ്രമിച്ച് എഴുന്നേറ്റ് കാൽക്കൽ വീണ് നമസ്കരിച്ചു. അശ്വത്ഥാമാവിൻ്റെ വളരെയധികം ആലോചിക്കേണ്ട കാര്യമാണ്. ഭാഗവതം നമ്മൾ സപ്താഹം എത്ര നടത്തി, അല്ലെങ്കിൽ അല്ലേ എത്ര വായിച്ചു, അതല്ല, ഭാഗവതം എന്താണെന്ന് നമുക്കറിയണം. അതറിയണമെങ്കിൽ ഒരു വഴിയില്ല, നന്നായി അധ്വാനിച്ച് സ്വാധ്യായം ചെയ്യാം, അല്ലാണ്ട് ഇത്ര ഗഹനമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? 43-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ഉവാച ച അസഹന്തസ്യ ബദ്ധനാൻ അനയനം സതി മുച്ചതാം യേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. ഉവാച ച അസഹന്തസ്യ ബന്ധനാനയനം സതി മുച്ചതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. അപ്പോൾ അശ്വത്ഥാമാവിനെ കണ്ടു, ഗുരുപുത്രനാണെന്ന് മനസ്സിലായി, ആലോചിച്ച് വേഗം നമസ്കരിച്ചു, പറയുകയും ചെയ്തു. എന്തു പറഞ്ഞു എന്നാണ് ഞാൻ പറയാൻ പറഞ്ഞത്. ഇവൻ്റെ ബന്ധനത്തോടുകൂടെയുള്ള ആ കൊണ്ടുവരവിനെ സഹിക്കാത്തവളായിട്ട് ഗുരുപുത്രനെ കൈ കെട്ടി കൊണ്ടുവരുന്നത് സഹിക്കാത്തവളായിട്ട്, ബ്രാഹ്മണനും അതിലും വെച്ച് ഗുരുവായ ഇവൻ മോചിക്കപ്പെട്ടാലും ആക്രോശിച്ചു എന്നാ. കട്ടഴിച്ചു വിടൂ. അപ്പോൾ അല്ലേ, ആലോചിച്ച് നോക്കൂ, ഇവിടെ ആരും കുറ്റം പറയാൻ പാടില്ല, എല്ലാവരെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. അശ്വത്ഥാമാവിനെ ബന്ധിച്ചതായിട്ട് കണ്ടപ്പോൾ സഹിക്കവയ്യാത്ത കരുണയോടുകൂടി, അഹോ കഷ്ടം, ഇദ്ദേഹം ബ്രാഹ്മണൻ, അതിലുപരി വിശേഷിച്ചും ഗുരുപുത്രൻ ഗുരു തന്നെയാണ്, പറഞ്ഞു മനസ്സിലായോ, കെട്ടഴിച്ചു വിടുക എന്ന് സംഭ്രമത്തോടെ പറയുകയും ചെയ്തു. പുത്രൻ പിതാവ് തന്നെ എന്ന സ്മൃതി പ്രകാരം. അതാണ് പണ്ടത്തെ കാലത്ത് ആൺമക്കൾ വരുമ്പോൾ അമ്മ ആസനം പൊക്കിയിരുന്നു, അതായത് എണീറ്റ് നിന്നിരുന്നൊരു കാലമുണ്ട്. കാൻ യു ഇമാജിൻ? കാരണം ഭർത്താവിനെ കണ്ടാലുള്ള ബഹുമാനം പുത്രനെ കണ്ടാൽ ഉണ്ടാവണമെന്നാണ്. ഇപ്പം എന്താ മനസ്സിലായത്? നമുക്കൊരു ചുക്കും മനസ്സിലായിട്ടില്ല, അത് വേറെ കാര്യം. ഒരു തറവാട്ട് പറഞ്ഞൊരു സ്ത്രീ തൻ്റെ മകൻ പടി കടന്ന് വരുന്നത് കണ്ടാൽ ആദ്യം കിണ്ടിയും വെള്ളം ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ കിണ്ടിയും വെള്ളം കൊണ്ടുവയ്ക്കണം. അപ്പോൾ പുത്രൻ പിതാവ് തന്നെ എന്ന സ്മൃതി പ്രകാരം അശ്വത്ഥാമാവ് ദ്രോണർ തന്നെ എന്ന അർത്ഥത്തിലാണ് ഗുരു എന്ന് പറഞ്ഞത്. അതിപ്പോൾ എങ്ങനെ വിചാരിച്ചാൽ, ഇപ്പോൾ ഞാൻ പറയാം, പിന്നെ ഈ ദ്രോണാചാര്യർ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അകത്ത് പോവേ, പർണശാലയിലേക്ക് പോവേ, അല്ലെങ്കിൽ ആരെങ്കിലും ഋഷീശ്വരന്മാർ കാണാൻ വരെ ചെയ്താൽ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്ത് ആരെയും നിർത്തുക, അശ്വത്ഥാമാവിനെ നിർത്തും. ഡോ ഒരു മിനിറ്റ്, ഞാൻ അതാ വരണോ, വേണ്ട മതിൽ നോക്കൂട്ടോ. അത് ശിഷ്യന്മാർ എത്ര വലിയവരാണെങ്കിലും ശരി, അവരത് പിന്നെ അക്സെപ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് എങ്ങനെയാണ് ഗുരു എന്നുള്ളത് വന്നത്, ഗുരുവിൻ്റെ പുത്രൻ എന്നുള്ളതാണ്. അടുത്ത ശ്ലോകം 44. സരഹസ്യോ ധനുർവേദ സവിർ സർഗോപസംയമ അസ്ത്രഗ്രാമശ്ച ഭവതാ ശിക്ഷിതോ യദനുഗ്രഹാത്. സരഹസ്യം, അമ്പലത്തിൽ മണിയടിച്ചു.
സരഹസ്യോ ധനുർവേദ സവിസർഗോപസംയമ അസ്ത്രഗ്രാമശ്ച ഭവതാ ശിക്ഷിതോ യദനുഗ്രഹാത്. ഇവിടെ സരഹസ്യം എന്ന സരഹസ്യം രഹസ്യത്തോടു കൂടിയതും പ്രയോഗവും ഉപസംഹാരവും അടങ്ങിയതുമായ ധനുർവേദവും അസ്ത്രസമൂഹവും അങ്ങയാൽ ആരുടെ അനുഗ്രഹം നിമിത്തം അഭ്യസിക്കപ്പെട്ടുവോ. ദ്രോണരുടെയാണ്, വാചകം കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഏറ്റവും ഗോപ്യമായ മന്ത്രത്തോടു കൂടിയതും, അതായത് ഈ ഓരോ മന്ത്രങ്ങളും അഭിമന്ത്രം ചെയ്യുമ്പോൾ ആ മന്ത്രം വശമുള്ളവർക്കേ അറിയുള്ളൂ, അല്ലാത്തവർക്ക് അറിയില്ല. ഇന്ന മന്ത്രമാണ് വരണതെന്ന് അറിയുമ്പോഴേക്കും ഇവിടെ പ്രത്യസ്ത്രം തയ്യാറാക്കിയിട്ടുണ്ടാവണം. അതായത് ഒരസ്ത്രം ഞാണുമ്പിൽ വെച്ച് ജപിക്കണം. അവിടുന്ന് ആഗ്നേയാസ്ത്രമാണെങ്കിൽ ഇവിടുന്ന് വരുണാസ്ത്രമാണ് പോണ്ടത്. പറഞ്ഞോ. അപ്പോൾ ഏറ്റവും ഗോപ്യമായ മന്ത്രത്തോടു കൂടിയതും പ്രയോഗിപ്പാനും മടക്കി എടുപ്പാനും വെവ്വേറെ മന്ത്രങ്ങളുള്ളതുമായ അസ്ത്രസമൂഹവും ധനുർവേദവും ആരുടെ അനുഗ്രഹം നിമിത്തമോ അങ്ങയ്ക്ക് പഠിപ്പാൻ സാധിച്ചത്? ദ്രോണാചാര്യരുടെ. ഫുൾ സ്റ്റോപ്പ് ആയിട്ടില്ല, കോമേ. അത് എന്താണെന്നുള്ളത് അടുത്ത ശ്ലോകത്തിലുണ്ടോ നോക്കാം. 45. സയേഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ തസ്യാത്മനോ അർത്ഥം പത്ന്യാസ്തേ ന അന്വഗാൽ വിരസു കൃപി. സയേഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ തസ്യാത്മനോ അർത്ഥം പത്ന്യാസ്തേ ന അന്വഗാത് വിരസു കൃപി. അതിൻ്റെ വാക്കാർത്ഥം നോക്കാം. ജ്ഞാനപരിപൂർണനായ ആ ദ്രോണൻ, ജ്ഞാനപരിപൂർണനാ, അറിവിൻ്റെ മകുടാണ് ദ്രോണാചാര്യർ. അപ്പോൾ ജ്ഞാനപരിപൂർണനായ ആ ദ്രോണരെ പ്രജ എന്ന രൂപത്തോടുകൂടെ ഇവനായിട്ട് ഇരിക്കുന്നു. അതായത് മകനായിട്ട് ഉണ്ട്, കഴിഞ്ഞുകൂടുണ്ട്. അവൻ്റെ ശരീരത്തിൻ്റെ പകുതിയായിരിക്കുന്ന പത്നിയും ഇരിക്കുന്നു അല്ലേ. അതായത് കൃപിയും ജീവിച്ചിരിക്കുന്നുണ്ട്. വീരനായ പുത്രനോട് കൂടിയ കൃപി അനുഗമിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇവനെ നമ്മളിപ്പോൾ വധിച്ചാൽ ആ അമ്മയുടെ സ്ഥിതി എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ധനുർവേദം പൂർണ്ണമായി അറിഞ്ഞ ഭഗവാനായ ദ്രോണൻ പുത്രൻ എന്ന രൂപത്തെ എടുത്ത് വന്നവനല്ലയോ ഈ അശ്വത്ഥാമാവ്? അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മാതാവ് കൃപിയും ജീവിച്ചിരിക്കുന്നു. പതിവ്രതയായ പത്നി ഭർത്തൃശരീരത്തിൻ്റെ പകുതി ഭാഗമാണല്ലോ. വീരനായ പുത്രൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഭർത്താവിനോട് ഒരുമിച്ച് മരിക്കാത്തത്. കാരണം ദ്രോണാചാര്യർ വധിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിനെ ചതകൂട്ടി അതിലെ ഉടന്തടി ചാടാത്തത് എന്തുകൊണ്ടാണ്? മകന് വേണ്ടി ജീവിക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭവാന്മാർ ഹേതുവായിട്ട് അതെ. അപ്പോൾ അവിടെ ഞാനത് അപ്പോൾ വീരനായ പുത്രൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഭർത്താവിനോട് ഒരുമിച്ച് മരിക്കാത്തത്. അതുകൊണ്ട് പതിവ്രത അല്ലെന്ന് പറയാൻ പാടില്ല. താൻ പതിവ്രത അല്ലാതെ പറയാനും പാടില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്താണോ അങ്ങനെ അതിനനുസരിച്ച് വേണം സമാധാനം പറയാം. അടുത്ത ശ്ലോകം 46. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർഗൗരവം കുലം വ്യജനം ന അർഹതി പ്രാപ്തം പൂജ്യം വന്ധ്യം അഭീഷ്ണശാം. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർഗൗരവം കുലം വ്യജിനം നാർഹതി പ്രാപ്തം പൂജ്യം വന്ധ്യം അഭീഷ്ണശാം. അതിൻ്റെ വാക്കാർത്ഥം പറയാം. അത് ഹേതുവായിട്ട്, ഏത് ഹേതുവായിട്ട്? തൻ്റെ ഗുരുനാഥൻ്റെ മകൻ ഗുരുനാഥൻ തന്നെ എന്നുള്ള പ്രമാണം കാരണമായിട്ട് ധർമ്മം അറിയുന്ന മഹാത്മ്യമുള്ളവേ, അർജുനനോടും കൃഷ്ണനോടും കൂടിയിട്ടാണ് പറഞ്ഞത്.
ഗുരുവിനെ സംബന്ധിച്ചതായ വംശം ഭവാന്മാർ ഹേതുവായിട്ട് ദുഃഖത്തെ പ്രാപിക്കാനായി കൊണ്ട് അർഹിക്കുന്നില്ല. എല്ലായ്പ്പോഴും പൂജിക്കപ്പെടുവാനും വന്ദിക്കപ്പെടുവാനും യോഗ്യവുമാകുന്നു. ആരെ? ഗുരുവും ഗുരുപുത്രനും. അപ്പോൾ ഗുരു ഇല്ല, അപ്പോൾ ഗുരു നാമാവശേഷമായി. അപ്പോൾ ഗുരുപുത്രനെ എല്ലാം കൊണ്ടും ആദരണീയനാണ് എന്ന് പ്രസ്താവിച്ചു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം. അതുകൊണ്ട് ധർമ്മത്തെ അറിഞ്ഞും മാഹാത്മ്യത്തോടു കൂടിയും ഇരിക്കുന്ന ഹേ നാഥ, ഗുരുവായ ദ്രോണരുടെ വംശത്തിന് നിങ്ങൾ നിമിത്തം ദുഃഖം വരുവാൻ പാടുള്ളതല്ല. നിങ്ങൾ ആ വംശത്തെ എപ്പോഴും പൂജിക്കുകയും വന്ദിക്കുകയും ചെയ്യേണ്ടത് ധർമ്മമാകുന്നു. പാഞ്ചാലി പരമധർമ്മജ്ഞയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. പാഞ്ചാലി പരമധർമ്മജ്ഞ, എല്ലാ ധർമ്മവും അറിയുന്നവളാണ് എന്നുള്ളത് ഇവിടെ ഇപ്പോൾ പറയാണ്ട് പറഞ്ഞു. അടുത്ത ശ്ലോകം 47. മാ രോദീദസ്യ ജനനീ ഗൗതമീ പതിദേവതാ യഥാ അഹം മൃതവത്സ ആർത്താ രോദിം അശ്രുമുഖീ മുഹു. പറഞ്ഞോ? മാ രോദീദസ്യ ജനനീ ഗൗതമീ പതിദേവതാ യഥാ അഹം മൃതവത്സ ആർത്താ രോദിം മിശ്രമുഖീ മുഹു. ഭർത്താവാകുന്ന ദേവനോടുകൂടിയവളും ഗൗതമകുലത്തിൽ ജനിച്ചവളുമായ ഇവൻ്റെ മാതാവ് മരിച്ചുപോയ മകനോടുകൂടിയവളും ദുഃഖിതയും കണ്ണീരൊലിക്കുന്ന മുഖത്തോടുകളുമായിട്ട് ഞാൻ എങ്ങനെ വീണ്ടും വീണ്ടും കരയുന്നുവോ അങ്ങനെ കരയരുത്. ഈ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് എൻ്റെ മക്കളൊക്കെ നശിച്ച് ഞാനിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യുദ്ധശേഷം നമ്മുടെ ഒരു മമതയ്ക്ക് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി നമ്മൾ ദ്രോണരെ വധിച്ചു, നമുക്ക് രാജ്യം കിട്ടി. അപ്പോൾ ദ്രോണരുടെ ഭാര്യയ്ക്ക് ഭർത്താവിന് നഷ്ടം വന്നിട്ടുണ്ട്. നമ്മൾ കാരണം മകനും കൂടി നഷ്ടം വരാൻ പാടില്ല. ഇതാണ് പ്രിൻസിപ്പിൾ. അങ്ങനെ നമ്മൾ കാരണം അശ്വത്ഥാമാവിൻ്റെ അമ്മ കരയാനിടയാവരുത് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയാം. ഈ ബ്രാഹ്മണൻ്റെ അമ്മയായ കൃപി പതിവ്രതയാകുന്നു. അവരുടെ പുത്രൻ എൻ്റെ മക്കളെ കൊന്നതുകൊണ്ട് ഞാൻ ഏതുവിധം കണ്ണീരും കയ്യുമായിരിക്കുന്നുവോ അതുപോലെ അവർക്ക് ഇരിപ്പാൻ സംഗതി വരുത്തരുത്. അതല്ലേ ശരി? സംഗതി വരുത്തിയാൽ പിന്നെ നമ്മൾ പാപികളായി. ആ മഹാസാധിയുടെ പുത്രനായ ഈ ബ്രാഹ്മണനെ അങ്ങ് ഒരിക്കലും ഹനിക്കരുത്. ആരോടാ പറഞ്ഞത്? അർജുനോട് പറയാം. അഹിംസാധർമ്മ രഹസ്യം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് 8, 10, 12 വയസ്സിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമ്മൾക്ക് എത്ര കോഴിയെ തിന്നേണ്ടി വന്നിട്ടുണ്ട്, എത്ര ആടിനെ നമ്മൾ തിന്നേണ്ടി വന്നിട്ടുണ്ട്, എത്ര പോത്തിനെ നമുക്ക് തിന്നേണ്ടി വന്നിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ കാരണശരീരത്തിൻ്റെ യാത്ര മുട്ടിക്കുന്നവരാ. ഏതാ കാരണശരീരം? മരിച്ചു പോകുമ്പോഴത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ചന്ദ്രമണ്ഡലം ഭേദിച്ച് സൂര്യമണ്ഡലത്തിൽ പോയി മലർനിവേദ്യത്തിൻ്റെ ഭാവനാ വൈദഗ്ധ്യത്തിൽ പറയുന്ന പോലെ ഒന്നും മുളയ്ക്കാനില്ല നമ്മുടെ കയ്യിൽ. അങ്ങനെ ആകുമ്പോൾ മുമുക്ഷത്വമുള്ളവർക്ക് വേറെ ഒന്നും വേണ്ട, അവർക്ക് സ്വർഗം കൂടി വേണ്ട. കാരണം സ്വർഗത്തിൽ ഇത്ര കാലം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരണം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? മുമുക്ഷത്വമാണ്. അതുകൊണ്ടാണ് അഹിംസാധർമ്മ രഹസ്യം ഇതിൽ അടങ്ങിയിരിക്കണമെന്ന് പറയാൻ കാരണം. ഇനി 48-ാമത്തെ ശ്ലോകം നോക്കൂ. യൈ കോപിതം ബ്രഹ്മകുലം രാജന്യൈരകൃതാത്മഭി
തൽകുലം പ്രദഹത്യാശു സ അനുബന്ധം സുജാർപ്പിതം യൈ കോപിതം ബ്രഹ്മകുലം രാജന്യൈരകൃതാത്മഭി യത്കുലം പ്രദഹത്യാശു സാനുബന്ധം സുജാർപ്പിതം. അറിവില്ലാത്തവരായ യാതൊരു ക്ഷത്രിയന്മാരാൽ കോപിക്കപ്പെട്ടതായ ബ്രാഹ്മണവംശം അവരുടെ കുലത്തെ പരിവാരത്തോടുകൂടെ ദുഃഖത്താൽ ബാധിക്കപ്പെട്ടതായിട്ട് വേഗം ദഹിപ്പിക്കുന്നു. ആലോചിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ബ്രാഹ്മണ മാഹാത്മ്യത്തെ നന്നായി ധരിപ്പാൻ തക്ക ബുദ്ധിവൈഭവം ഇല്ലാത്ത ഏത് ക്ഷത്രിയന്മാർ ബ്രാഹ്മണകുലത്തെ കോപിക്കുന്നുവോ ആ ബ്രഹ്മകുലം ആ ക്ഷത്രിയന്മാരുടെ കുലത്തെ മൂലത്തോടെ ദഹിപ്പിക്കും. ഇപ്പം എന്താ അവിടെ പറഞ്ഞത്? നമ്മളെ അറിവില്ലായ്മ നമ്മുടെ കുലത്തെ തോണ്ടിക്കുന്ന മാതിരി ആവരുത് എന്നർത്ഥം. ബ്രാഹ്മണ മാഹാത്മ്യത്തെ നന്നായി ധരിപ്പാൻ തക്കവിധം ബുദ്ധിഭവം ഇല്ലാത്ത ഏത് ക്ഷത്രിയന്മാർ ഉണ്ടായാൽ യാതൊരു പ്രശ്നമില്ല. ബ്രാഹ്മണകുലത്തെ കോപിക്കുന്നുവോ, ബ്രാഹ്മണകുലത്തെ കോപിക്കാൻ പാടില്ല. ആ ബ്രഹ്മകുലം ആ ക്ഷത്രിയന്മാരുടെ കുലത്തെ മൂലത്തോടെ ദശിപ്പിക്കും. ഇപ്പോൾ സാധാരണ സാത്വിക ഗുണനിധികൾ അവരുടെ വാസസ്ഥാനത്തു നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ക്ഷത്രിയന്മാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. എന്താ, ഇപ്പോൾ എല്ലാവരും മാസ്റ്റർ ആരുമില്ല. മാസ്റ്റർ എന്ന് പറഞ്ഞെങ്കിൽ അവർ പണിക്കന്മാരെ പോയി കാണേണ്ട ആവശ്യമില്ല അവർക്ക്. കാരണം എന്താ, അവർ ക്ഷേത്രങ്ങളുടെ ഒരാളന്മാരൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ മൂലം, അതെ, ഇത് പറയുന്നുണ്ടല്ലോ, ഈ മൂലം ഭാഗവതം പറയുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് ഈ ഭാഗവതത്തിനോട് പ്രതിബദ്ധത കൂടും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയണു, അറിവില്ലാത്ത അതെ, യാതൊരു ക്ഷത്രിയാൽ കോപിക്കപ്പെട്ടതായ ബ്രാഹ്മണവംശം കുലം അവരുടെ കുലത്തെ പരിവാരത്തോടുകൂടെ ദുഃഖത്താൽ ബന്ധിക്കപ്പെട്ടതായിട്ട് വേഗം ദഹിപ്പിക്കുന്നു. അല്ലെങ്കിൽ തന്നെ പുത്രദുഃഖം, ധാരാദുഃഖം, അർത്ഥദുഃഖമൊക്കെ ഉണ്ട് നമ്മൾക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടി ആയാലത്തെ ബുദ്ധി ബോധമില്ലേ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഭാവാർത്ഥം പറയുന്നുണ്ട്. ബ്രാഹ്മണ മാഹാത്മ്യത്തെ നന്നായി ധരിപ്പാൻ തക്ക ബുദ്ധിവൈഭവം ഇല്ലാത്ത ഏത് ക്ഷത്രിയന്മാർ ബ്രാഹ്മണകുലത്തെ കോപിപ്പിക്കുന്നുവോ ആ ബ്രഹ്മകുലം ആ ക്ഷത്രിയന്മാരുടെ കുലത്തെ മൂലത്തോടെ ദഹിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. സുതാവാച 49 ശ്ലോകം. ഇതിൽ 52 ശ്ലോകമുള്ളത്, അത് പറയാം, എന്നിട്ട് നിർത്താം. സുതാവാച ധർമ്മ്യം ന്യായം സകരുണം നിർവിളീകം സമം മഹത് രാജാധർമ്മസുതോ രാജ്ഞാ പ്രതിനന്ദൽ വജോ ദ്വിജാഹ. വായിച്ചത് എന്താ ശ്രദ്ധിക്കണം. ധർമ്മ്യം ന്യായം സകരുണം നിർവ്യളീകം സമം മഹത് രാജാധർമ്മസുതോ രാജ്ഞാ പ്രതിനന്ദത് വജോ ദ്വിജാം. എന്താ വാക്കർത്ഥം പറയാം? ധർമ്മത്തിൽ നിന്ന് തെറ്റാത്തതും ന്യായമടങ്ങിയതും കരുണയോടുകൂടിയതും വ്യാജമല്ലാത്തതും സമഭാവനയോടുകൂടിയിരിക്കുന്നതും മഹത്വമുള്ളതുമായ രാജ്ഞിയുടെ വജസ്സിനെ രാജാവായ ധർമ്മപുത്രര് അല്ലയോ ദ്വിജന്മാരെ പ്രതിനന്ദിച്ചു എന്നാ. ബേഷ്, നന്നായി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ സൂതൻ പറഞ്ഞു, അതിൻ്റെ വാക്കാർത്ഥം പറയാം, ഭാവാർത്ഥം പറയാം. ഹേ ബ്രാഹ്മണരെ, ധർമ്മം, ന്യായം, കരുണ, പരമാർത്ഥം, സമത, മഹത്വം എന്നീ 6 ഗുണങ്ങൾ വാക്കുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്.
എൻ്റെ നിങ്ങളുടെ ആ എല്ലാ ഗുണങ്ങളും വേണ്ട വിധം ഉള്ളതായ പാഞ്ചാലിയുടെ വാക്കിനെ രാജാവായ ധർമ്മപുത്രൻ അഭിനന്ദിച്ചു. വിടുവിൻ വിടുവിൻ എന്നത് ധർമ്മലക്ഷണം. രഹസ്യമന്ത്രങ്ങൾ ഉപദേശിച്ച് ആണെന്നുള്ളത് ന്യായം. ഗുരുപത്നി ഇരിക്കുന്നുണ്ടെന്നുള്ളത് കരുണ. ധർമ്മജ്ഞനാണ് അങ്ങ് എന്നത് സത്യം. എന്നെപ്പോലെ കരയുവാൻ വരുതെന്നത് സമത്വം. ബ്രാഹ്മണരെ കോപിപ്പിക്കരുതെന്നത് മഹത്വം. ഈ 6 സംഗതിയിൽ മേൽ കാണിച്ച 6 ഗുണം അടങ്ങിയിരിക്കുന്നു. ഭഗവാനെ മനസ്സിലാക്കാനുള്ള കർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണ് അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി ശ്ലോകം 50. നകുല സഹദേവശ്ച യുയുധാനോ ധനഞ്ജയാ ഭഗവാൻ ദേവകീ പുത്രോ യേ ച അന്യേ യാശ്ചയോഷിതാം. നകുല സഹദേവശ്ച യുയുധാനോ ധനഞ്ജയാ ഭഗവാൻ ദേവകീ പുത്രോ യേ ച അന്യേ യാശ്ച നിഷേവിതാം. ഭഗവാൻ നകുലസഹദേവശ്ച യുയുധാനോ ധനഞ്ജയ ഭഗവാൻ ദേവകീപുത്രോ യേ ച അന്യേ യാശയോഷിത. അല്ലേ? അപ്പം അതിന് ഇവിടെ വാക്കാർത്ഥം പറയണത് നകുലനും സഹദേവനും അർജുനനും സാത്വികി ദേവികി പുത്ര എന്ന് പറഞ്ഞ കൃഷ്ണൻ അന്യന്മാരായ യാതൊരു സ്ത്രീകളോ ഇവിടെ ഇല്ല. ഇവർ മാത്രമേ ഉള്ളൂ. അതാണ് പാഞ്ചാലിയുടെ ആ വാക്കിനെ നകുലൻ, സഹദേവൻ, സാത്വികി, അർജുനൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവരും അവിടെയുള്ള മറ്റു മാന്യന്മാരായ പുരുഷന്മാരും മാന്യ സ്ത്രീകളും അഭിനന്ദിച്ചു. കൃഷ്ണനടക്കം അഭിനന്ദിച്ചു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിയോന്ന് എനിക്കറിയില്ല. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഇന്ന് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ 51, 52 കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം വിചാരിച്ചിട്ടാണ് ഈ തിരക്ക് പിടിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു എപ്പിസോഡേ ഉള്ളൂ ഇനി. കാരണം ഒരു കല്യാണത്തിന് പോകണം. അപ്പോൾ ഇത് നാളെ നേരം വിളിച്ചാകുമ്പോൾ ഏറിയ ആൾ ഇന്ന് വൈകുന്നേരം പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് കല്യാണം കൂടി ഞങ്ങളുടെ അയലോകത്ത് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് പുല്ല് വെട്ടാൻ വന്നു ആൾ. അപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങിയതേ ഇല്ല, തീരെ ഉറങ്ങിയില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ പാഞ്ചാലിയുടെ ആ വാക്കിനെ നകുലൻ, സഹദേവൻ, സാത്വികി, അർജുനൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവരും അവിടെയുള്ള മറ്റു മാന്യന്മാരായ പുരുഷന്മാരും മാന്യ സ്ത്രീകളും അഭിനന്ദിച്ചു. ഓക്കെ. ഇനി 51. തത്രാഹ അമർഷിതോ, അങ്ങനെ മതി. തത്രാഹ അമർഷിതോ ഭീമസ്തസ്യ ശ്രേയാൻ വധസ്മൃത ന ഭർതൃന്ന ആത്മനശ്ചാർത്ഥേയോ അഹൻ സുപ്താൻ ശിശൂൻ വൃഥാം. തത്രാഹ അമർഷിതോ, പക്ഷെ ഭീമന് പറ്റിയില്ല. ഭീമൻ എതിർത്തു എന്നാണ് പറഞ്ഞത്. തത്രാഹ അമർഷിതോ ഭീമസ്തസ്യ ശ്രേയാൻ വധസ്മൃത ന ഭർതൃന്നാത്മനശ്ചാർത്ഥേ യോ അഹൻ സുപ്താൻ ശിശൂൻ വൃഥാം. അവിടെ ക്രോധിച്ചിരിക്കുന്ന ഭീമൻ പറഞ്ഞു, യാതൊരുത്തൻ ഉറങ്ങുന്നവരായ, നമ്മുടെ കാര്യമില്ല കേട്ടോ പറഞ്ഞത്, ഉറങ്ങുന്നവരായ കുട്ടികളെ അല്ലെങ്കിൽ സ്വാമിയുടെയോ തൻ്റെയോ ആവശ്യത്തിനായിട്ട് അല്ല വ്യർത്ഥമായിട്ട് ഹനിച്ചുവോ, അവൻ്റെ വധം ശ്രേയസ് എന്ന് നിരൂപിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലാതാ ഭീമൻ പറഞ്ഞത്. അതിൻ്റെ വാക്കാർത്ഥം പറയാം, ഭാവാർത്ഥം പറയാം. ക്രോധിച്ചും കൊണ്ട് അവിടെ ഇരിക്കുന്ന ഭീമൻ രാജ്ഞിയുടെ വാക്കിനെ അനുമോദിച്ചില്ല. ആരെ? പാഞ്ചാലിയുടെ അനുമോദിച്ചില്ല, എതിർത്തു. തനിക്കും സ്വാമിക്കും യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ വഴിയില്ലാത്തതായ, അതായത് ഇവിടെ സ്വാമി എന്ന് പറഞ്ഞത് ആരേനെയാ? ദുര്യോധനന്. തനിക്കെന്ന് പറഞ്ഞത് അശ്വത്ഥാമാവിന്.
അപ്പോൾ യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ വഴിയില്ലാത്തതായ ശിശുവധം യാതൊരുത്തൻ ചെയ്തുവോ അവനെ വധിക്കുന്നതാണ് അവന് തന്നെ ശ്രേയസ്കരം. എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ അധർമ്മപ്രവർത്തിക്ക് ഉചിതമായ നരകം, ഇത് നമ്മൾ ശ്രദ്ധിക്കണം, അധർമ്മപ്രവർത്തിക്ക് ഉചിതമായ നരകം അവന് സിദ്ധിക്കും. അപ്പോൾ ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും ബാധക. നരകപ്രാപ്തിക്കുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അവസാനത്തെ ശ്ലോകം ഞാൻ എങ്ങനെ എത്തിച്ചത് അറിയില്ല. 52 നിശമ്യ ഭീമഗതിതം ദ്രൗപദ്യാശ്ച ചതുർഭുജ ആലോക്യവദനം സഖി ഇതം ആഹ ഹസന്നിവ. അവിടെ കുറച്ച് പ്രശ്നമുണ്ട്. സഖി ഉരിതം എന്നാണ് പറഞ്ഞു തന്നെയാണ് പറഞ്ഞതേ. അസന്നിവ ചെറിച്ചും കൊണ്ട് പറഞ്ഞു എന്നാണ്. നിശമ്യ ഭീമഗതിതം ദ്രൗപദ്യാശ്ച ചതുർഭുജ ആലോക്യവദനം സഖി ഉരിതം ആഹ ഹസന്നിവാം. അപ്പോൾ ഇവിടെ അതിൻ്റെ വാക്കാർത്ഥം ഭീമൻ പറഞ്ഞതിനെയും ദ്രൗപദിയുടെ വാക്കിനെയും കേട്ടിട്ട് പ്രകാശിക്കപ്പെട്ട നാലുകൈകളോടുകൂടിയവൻ കൃഷ്ണൻ സഖാവിൻ്റെ അതായത് അർജുനൻ്റെ മുഖത്തെ നോക്കിയിട്ട് ഹസിക്കുന്നവനെന്ന മട്ടിൽ ആദ്യം പോരുമ്പോൾ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് അർജുനന് കൃഷ്ണൻ. ഇപ്പോൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അർജുനൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മാലോകർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. ഈ ട്രയൽ ആൻഡ് എറർ ഭഗവാൻ നമ്മളോടും കാണിക്കാൻ നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും കേട്ടോ. അപ്പോൾ പിന്നെ അർജുനൻ്റെ വദനം നോക്കിയിട്ട് ഹസിക്കുന്നവനെന്ന മട്ടിൽ ഇതിനെ പറഞ്ഞു എന്നാണ്. അതെന്താണെന്നുള്ളത് പറഞ്ഞിട്ട് നിർത്താം. ക്രോധിച്ചുകൊണ്ട് ഭീമസേനനും ക്ഷമയോടുകൂടെ ദ്രൗപദിയും പറഞ്ഞതിനെ കേട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ 4 കൈകളെ അവർക്ക് കാണിക്കത്തക്ക വിധം പ്രകാശിപ്പിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നിങ്ങളുടെ കൃഷ്ണനല്ല, ഇപ്പം ഞാൻ ആരാ? മഹാവിഷ്ണു തന്നെയാണ്. ഞാൻ ഐ ആം ദി അൾട്ടിമേറ്റ്. ഇത് ആർക്കുള്ളതാ സൂചന? ഭീമന് പ്രകാശിപ്പിച്ചുകൊണ്ട് എന്തു ചെയ്യേണ്ടു എന്ന് സംശയിച്ചു നിൽക്കുന്ന അർജുനനെ നോക്കി മന്ദഹാസം ചെയ്യുന്നവനെന്ന മട്ടിൽ ഇങ്ങനെ പറഞ്ഞു. ഭീമൻ വധിപ്പാൻ ഭാവിച്ചു. ദ്രൗപദി തടുത്തു. അർജുനൻ സംശയഗ്രസ്തനായി. ഈ സ്ഥിതിയിലായപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇല്ല കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരു ശ്ലോകം ഇനിയുണ്ട്, 1 2 ഉണ്ട്. ഞാൻ ഈ ഉറക്കം ഒരുപാടുണ്ട്, നോക്കട്ടെ. അത് ഞാൻ അവിടെ നിർത്താം. കാരണം എനിക്ക് തെറ്റാൻ വയ്യ, ഇനി ജാസ്തി ഉറങ്ങാൻ വയ്യ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിർത്താം. ഏതായാലും ഇത് കഴിയണ രീതിയിലല്ല. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.